അപ്പോൾ ഫ്ലൈറ്റ് റെഡി ആയി കഴിഞ്ഞു. ലാസ്റ്റ് പാസഞ്ചറാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഷാഹിൻ എത്തിയിട്ടുണ്ട്. വീഡിയോ എടുക്കാനൊന്നും യാതൊരു തടസ്സങ്ങളില്ല. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരിസ് അമീർ അലി. ഇപ്പോൾ നമ്മൾ മാൽദീവ്സിലെ കടുതു ഐലൻഡിലാണിത്. ഇവിടെ നമ്മുടെ ബ്രോ സിജോ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും മലയാളി സാന്നിധ്യം ഉള്ള പോലെ തന്നെ മാൽദീവ്സിലും കട്ട സപ്പോർട്ടുമായിട്ട് മാൽദീവ്സ് സന്ദർശിക്കുന്നവർക്ക് നമ്മുടെ സിജോൻ്റെ സേവനം അവൈലബിൾ ആണ്. പക്ഷേ മാൽദീവ്സ് സന്ദർശിക്കുമ്പോൾ മാൽദീവ്സിൽ ധാരാളം റിസോർട്ടുകളുണ്ട്. ഇത് മാലി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 50 മിനിറ്റോളം ഫ്ലൈയിങ് ടൈം. 50 മിനിറ്റ് കഴിഞ്ഞ് 30-35 മിനിറ്റാണ് ഫ്ലൈയിങ് ഉള്ളൂ. ബാക്കി ടേക്ക് ഓഫ് ലാൻഡിങ് എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇങ്ങോട്ട് ഈ ഐലൻഡിലേക്ക്, കടുതു ഐലൻഡിലേക്ക് വരുന്നവർക്ക് സിജോൻ്റെ സേവനം ഭയങ്കര നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഫുൾ കട്ട സപ്പോർട്ടായിട്ട്. സിജോ, നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എല്ലാവരും വെൽക്കം ചെയ്യുന്നു. എൻ്റെ സപ്പോർട്ട് എല്ലാവർക്കും ഉണ്ടാവും. ഹണിമൂണും ഗ്രൂപ്പും എല്ലാവരെയും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും മാൽദീവ്സിലേക്ക് വന്നോളൂ. മാൽദീവ്സിലേക്ക് വരാം. ഫുൾ സപ്പോർട്ടുകളുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ തന്നെ ബോട്ടും മറ്റു ആക്ടിവിറ്റീസും സേവന സന്നദ്ധരായിട്ടുള്ള ഒരു കൂട്ടം ജീവനക്കാർ സിജോനോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് ഫുൾ ഗ്യാരണ്ടി. ഇത് ഞാൻ വന്ന് ഇവിടെ 3 ദിവസം സിജോനോടൊപ്പം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പോകാൻ മനസ്സ് വരുന്നില്ല. ബാക്കിലെ കടലും ഇവിടുത്തെ, അതായത് സത്യം പറഞ്ഞാൽ പൊല്യൂഷൻ ഫ്രീ എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. എയർ പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവമില്ല. നമുക്ക് തന്നെ എല്ലാ ദിവസവും നല്ല എനർജി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കാഴ്ചകൾ, കടലും ഇവിടുത്തെ ഈ ദ്വീപിൻ്റെതായിട്ടുള്ള ഭംഗി ആസ്വദിച്ച് കാഴ്ചകൾ കണ്ട് മനസ്സ് നിറച്ച് നമുക്കിവിടുന്ന് പോകാം. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നിരുന്നാലും ആ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം നമുക്കുണ്ട്. ആ ഒരു കംഫർട്ട് നമുക്കിവിടെ കിട്ടും. എന്താ പറയുക, ഒരു സെയിം ലൈക്ക് ഒരു പാരഡൈസ്. നമ്മൾ മാത്രമായിട്ട് കുറച്ച് ദിവസങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ വളരെ ചെറിയ എയർപോർട്ടൊക്കെയാണ്. അപ്പോൾ എയർപോർട്ടിലെ കാഴ്ചകൾ നമുക്ക് കാണാം, ചെക്ക് ഇൻ പ്രൊസീജിയറുകൾ കാണാം, ഈ ഫ്ലൈറ്റിൽ നിന്ന് മാലി വരെയുള്ള യാത്ര കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, അപ്പോൾ സിജോൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ ഇന്ന് തൽക്കാലം ഈ യാത്രയിൽ തൽക്കാലം ഇവിടെ പറയുന്നു. അടുത്തൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഫാമിലീസ് കുറച്ച് വെയിറ്റിങ്ങിലുണ്ട്, അവരൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി എയർപോർട്ടിലെ കാഴ്ചകൾ കാണാം. ഫ്ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്കുള്ള യാത്രയാണ് ഈ കാണുന്നത്. വളരെ സിമ്പിൾ പ്രൊസീജിയറുകളാണ്, കാരണം ചെറിയ എയർപോർട്ടിൽ ആയതിനാൽ തന്നെ. അപ്പോൾ നമ്മൾ കടുതു ഐലൻഡിൽ നിന്ന് യാത്ര തിരിക്കായി. നമുക്ക് യാത്ര ചെയ്യേണ്ട ഫ്ലൈറ്റ് എത്തിക്കഴിഞ്ഞു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്രയാണ്. ഫ്ലൈറ്റിൻ്റെ ശബ്ദം കാരണം സൗണ്ട് എത്രമാത്രം ഉണ്ടെന്ന് അറിയില്ല. ഈ ശബ്ദം ക്ലിയർ അല്ലെങ്കിൽ ഞാൻ മാറ്റി റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യാത്രയാണത്. ഫ്ലൈറ്റ് റെഡി ആയി കഴിഞ്ഞു. ലാസ്റ്റ് പാസഞ്ചറാണ്. അപ്പോൾ യാത്രയ്ക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള സെക്യൂരിറ്റി സ്റ്റാഫുകളൊക്കെ ഇതാണ്. വീഡിയോ എടുക്കാനൊന്നും യാതൊരു തടസ്സങ്ങളില്ല. ഭയങ്കര സപ്പോർട്ടാണത്. ഓക്കെ സാർ, താങ്ക് യു.
മാലിയിലെത്തി. മാലി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഹണിമൂൺ ഫ്ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ അത് ആ ഒരു സെറ്റപ്പിലാണ് ഇതുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് കഡ്ദൂരിൽ നിന്ന് മാലിയിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിലെ കാഴ്ചകൾ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യാവുന്ന, സജസ്റ്റ് ചെയ്യാവുന്നതായിട്ടുള്ള കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ കഡ്ദൂരിൽ നിന്ന് ഇപ്പോൾ വീണ്ടും മാലിയിലെത്തി. അപ്പോൾ ഫ്ലൈയിങ് ടൈം എന്ന് പറഞ്ഞാൽ കഡ്ദൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഫ്ലൈയിങ് ടൈം എന്ന് പറഞ്ഞാൽ 55 മിനിറ്റാണിത്. 55 മിനിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അത്തരം കാഴ്ചകൾ കാരണം ഫ്ലൈറ്റിൽ നിന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ഈ സെക്ടറിൽ യാത്ര ചെയ്യുമ്പോൾ വിൻഡോ സീറ്റ് തന്നെ നിങ്ങൾ പ്രിഫർ ചെയ്യണം. പ്രത്യേകിച്ചും മാലിയിൽ നിന്നുള്ള ഏതൊരു യാത്രയിലും, അതിൽ മാലിയിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിൻഡോ സീറ്റ് തന്നെ എടുക്കണം. കാരണം വിൻഡോയിലൂടെയുള്ള കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെയും കാണാത്ത രീതിയിലുള്ള കാഴ്ചകളാണ്. ഐലൻഡുകളുടെ, ദ്വീപുകളുടെ ഒരു കൂട്ടം ദ്വീപ് സമൂഹങ്ങളുടെ കാഴ്ചകൾ നമുക്ക് ഇത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇതിക്ക് മുമ്പ് ഫിലിപ്പൈൻസിലും മറ്റൊക്കെ യാത്ര ചെയ്തെങ്കിലും ഇതുപോലത്തെ ഇത്തരം ഒരു കാഴ്ച എനിക്ക് കിട്ടിയിട്ടില്ല. അത് ATR ഫ്ലൈറ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഉയരത്തിൽ പറക്കില്ല. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് നല്ല ഈ ക്ലൗഡ്സിൻ്റെ ലെവൽ, ഒരു ലെയർ അല്ലെങ്കിൽ 2 ലെയർ ക്ലൗഡ്സിൻ്റെ ആ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് താഴേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ദൂരക്കാഴ്ചയൊക്കെ നല്ല, പ്രത്യേകിച്ച് ക്ലൗഡി അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാഴ്ചകളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ വളരെ എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഈ യാത്രയിൽ. നമ്മളിത്ര പൈസ മുടക്കിയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മൾ കാഴ്ചകൾ കാണുന്നു. ആ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്ന ആ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം, അതാണല്ലോ നമ്മൾ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഫ്ലൈറ്റ് യാത്ര. അപ്പോൾ നമ്മൾ ഈ ഡൊമസ്റ്റിക് സെക്ടർ എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവാണ് യാത്ര. അറൗണ്ട് $100 ഈച്ച് സെക്ടറൊക്കെ വരുന്നത്. അപ്പോൾ 85, 75, 100 ആ റേഞ്ചിലാണ് വരുന്നത്. അത് ഏജൻറ്റ് കോഴ്സിലാണ് ആ ഒരു രീതിയിൽ കിട്ടുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ $250-300 വരും. പിന്നെ കമ്പാരിറ്റീവ്ലി മാലി വളരെ എക്സ്പെൻസീവാണ്. ഇപ്പം അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കിവിടെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കഡ്ദു ഐലൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം നമുക്കവിടെ പേഴ്സണലി നമുക്ക് ഒരു സപ്പോർട്ട് ഉള്ളതിൻ്റെ പേരിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് റേറ്റ് നമുക്കിതെല്ലാം അവൈലബിൾ ആകും. അപ്പോൾ ഇത്തരം ഫെസിലിറ്റീസൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ വിളിക്കുക. വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു തരും. പിന്നെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ബാഗ്, എൻ്റെ ഈ വലിയ പെട്ടി ഞാനിവിടുത്തെ ക്ലോക്ക് റൂമിൽ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഞാൻ ഇനിയിപ്പോൾ ഫെറിയിൽ വീണ്ടും മാലിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് കുളുമാലി സൈഡിലേക്കൊക്കെ ഉള്ളൊരു സൈറ്റ് സീയിങ്. മാലിയിലേക്ക് വന്ന അന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടിൽ നമ്മൾ അവിടെ പോയിരുന്നു. അത്തരം കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ്. പക്ഷേ അന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് എന്തോ വരുന്നതിൻ്റെ പേരിൽ ഈ റോഡൊക്കെ പോലീസ് ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു. അതിനാൽ തന്നെ ഇന്ന് അവിടെ പോയിട്ട് ഒന്ന് കറങ്ങി കാണാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള യാത്ര കാണാം. ഇവിടെ നിന്ന് മറ്റ് ദ്വീപുകളിലേക്കൊക്കെ ഷോർട്ട് വിസിറ്റ് മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലോക്ക് റൂം ഇവിടെ അവൈലബിൾ ആണ്. അത് എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നടന്നാൽ മതി. തൊട്ടടുത്ത് തന്നെയാണത്. ക്ലോക്ക് റൂം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളവിടെ നമ്മുടെ പെട്ടി, എത്ര പെട്ടിയോ ബാഗോ എന്തായിരുന്നാലും കൊടുത്താൽ നമ്മുടെ പാസ്പോർട്ട് കൂടിയും കൊടുത്തു കഴിഞ്ഞാലും അവരവിടെ അത് സേഫായിട്ട് വെച്ചോളും. ഒരു ടോക്കൺ തരും. നമ്മൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ കൗണ്ടറിൽ നമ്മൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എത്ര മണിക്കൂറാണ് അത് ബേസിൽ ആ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലഗേജ് തിരിച്ചെടുക്കാം. അപ്പോൾ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരണം വലിയ ബാഗും മറ്റും കൊണ്ട് നമ്മൾ നടന്ന് ബോട്ടിലേക്ക് കയറലും ഇറങ്ങലും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മാൽദീവ്സിൽ വരുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് സിം കാർഡാണ്. കാരണം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പുറത്തുള്ളവർക്കും അതിലിപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂമുകളിലായിക്കോട്ടെ എവിടെയായിരുന്നു നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഫോൺ മസ്റ്റാണ്. പ്രധാനമായിട്ട് 2 കമ്പനികളാണ് ഇവിടെ നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സിം കാർഡുകൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടും പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ആവശ്യാർത്ഥം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ തന്നെ സിം കാർഡ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് കുറേ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര സാധ്യമാവുള്ളൂ. ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും മറ്റുമായിട്ട്. അതുപോലെ തന്നെ വന്ന് ഇറങ്ങുമ്പോൾ ഭക്ഷണം മറ്റും കഴിക്കണമെങ്കിൽ ഇവിടെ വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. എയർപോർട്ടിൻ്റെ ഇറങ്ങി റൈറ്റ് സൈഡിലേക്ക് നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും വളരെ വലിയൊരു ഫുഡ് കോർട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് KFC ആയാലും പിസ്സ ഹട്ട് ആയാലും എല്ലാം തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. കാരണം മുന്നോട്ടങ്ങോട്ട് പോകുന്തോറും ഐലൻഡുകളിലേക്ക് പോകുന്തോറും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കിട്ടണമെന്നില്ല. തന്നെയല്ല വളരെ എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫുഡ് കോർട്ട് അപ്പോൾ ഇവിടെയാണ്. നിങ്ങൾക്ക് കാണാം, ഈ കാണുന്ന വലിയ ബിൽഡിങ് ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് KFC പിസ്സ ഹട്ട് പോലെയുള്ള എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്കിനി അടുത്ത യാത്രകളിലേക്ക് പോകാം.
അപ്പോൾ KFC ഫുഡ് കോർട്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം അതിൻ്റെ താഴെ തന്നെയാണ് ഫെറി സർവീസ്, അതിനുള്ള ടിക്കറ്റുകളൊക്കെ അവൈലബിൾ ആവുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇതാ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഷാഹിൻ എത്തിയിട്ടുണ്ട്. ഷാഹിന് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുളുമാലി കാണാൻ പോകുന്നു. അപ്പോൾ ബൈക്കിൽ കറങ്ങി അവിടുത്തെ ലോക്കൽ കാഴ്ചകളൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് തിരിച്ച് എയർപോർട്ടിൽ വന്ന് നമ്മുടെ ബാഗ് കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ബോട്ടിന് നമ്മുടെ മറ്റു ഐലൻഡിലേക്ക് പോകുന്നു. അപ്പോൾ നമുക്ക് യാത്ര തുടരാം അല്ലേ? ഓക്കെ. അതുപോലെ നമ്മളിപ്പോൾ നമ്മൾ സൈഡിൽ കാണുന്നത് മാലി കോസ്റ്റ് ഗാർഡിൻ്റെ ബോട്ടുകളാണ്. അപ്പോൾ ഈ സഫാരി ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് പല റിസോർട്ടുകളിലേക്കും മറ്റും കറങ്ങാനും മറ്റുമൊക്കെ പോകുന്ന ബോട്ടുകളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എയർപോർട്ടിൽ വരുന്ന ഗസ്റ്റുകളുമായിട്ട് പോകുന്ന ബോട്ടുകളും അല്ലാതെ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ കുറേ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാവുന്ന ബോട്ടുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങ് ഒരു ഭാഗത്തായിട്ട് ഫിഷിംഗ് ബോട്ടുകളാണ് നമുക്കിവിടെ ഒരുപാട് നമുക്ക് നിരനിരയായിട്ട് കിടക്കുന്നത് കാണാവുന്നത് ഫിഷിംഗ് ബോട്ടുകളാണ്. അപ്പോൾ മാലിയിലെ കടൽ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾക്ക് അതീതമാണ്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാലി എപ്പോഴും തിരഞ്ഞെടുക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മളിനി അടുത്ത ഒരു പാർക്കിലേക്ക് നമ്മൾ പോകുന്നു. കുളുമാലിയിലെ ബസ് ടെർമിനൽ നമുക്കിവിടെ കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ നിലവാരം, അതായത് ഇവിടുത്തെ സ്റ്റാൻഡേർഡൊക്കെ അടുത്ത ഒരു സിംഗപ്പൂർ ആണോ എന്ന് നമ്മളെ തോന്നിപ്പിക്കും. ആ രീതിയിലാണ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എങ്ങനെ ബസ്സുകൾ കിടക്കുന്നു അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സീ പ്ലെയിനുകളും. കാരണം ഇവിടുത്തെ വ്യത്യസ്തമായിട്ടുള്ള ഐലൻഡുകളിലേക്ക്, അതായത് വ്യത്യസ്ത ഇടങ്ങളിലുള്ള ഐലൻഡുകളിലേക്ക് യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റുകളുടെ നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലാണ് ഇതിനൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങളൊക്കെ, മത്സ്യസമ്പത്ത് നശിക്കും എന്നുള്ള പേരിലൊക്കെ നമ്മുടെ നാടിൻ്റെ വളർച്ചയൊക്കെ തടസ്സപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്തരം രാജ്യങ്ങളിൽ, ഇപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരുപാട് ഇപ്പോൾ നമ്മൾ ഫിലിപ്പൈൻസിലായാലും മറ്റൊക്കെ നമുക്ക് കാണാൻ കഴിയും
ധാരാളം, അതായത് മനുഷ്യന് സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ, അതായത് എത്ര ദൂരമുള്ള സ്ഥലങ്ങളും യാത്രാ സൗകര്യങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് ജനങ്ങൾക്ക് വരാനും വിനോദത്തിനായാലും മറ്റും ഏർപ്പെടാനൊക്കെ യാതൊരു ബുദ്ധിമുട്ടുകളില്ല. അത്തരം സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരം ഒരു പാഠമാണ് മാലി നമുക്ക് തരുന്നത്. നമ്മൾ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഒരുപാട് സാധ്യതകൾ നമ്മൾ ഓരോരോ പ്രശ്നങ്ങൾ നിരത്തി അത് നിർത്തലാക്കുമ്പോൾ മനസ്സിലാക്കുക, നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ഇതുപോലെയുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. തുളുസ്തു ഐലൻഡിലേക്ക് നമ്മൾ പോവുകയാണ്. 5 മണിയുടെ ബോട്ടിൽ കയറിയിരിക്കുമ്പോൾ തന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ തരും. പിന്നെ ഇന്നത്തെ താമസം, ഇന്നും നാളെയും താമസം അവിടെയാണ്. അവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ വീഡിയോ സീരീസ് കണ്ടു കഴിഞ്ഞോടുകൂടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും മാൽദീവ്സിൽ എങ്ങനെ ബഡ്ജറ്റ് ബേസിൽ യാത്ര ചെയ്യാം, അതുപോലെ ലക്ഷറിയുടെ യാത്ര ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചകൾ പുറത്ത് കാണാം.